നമസ്കാരം. കലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു നോൺ വെജാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തെന്നല്ലേ, ചിക്കൻ അട. ഈ ചിക്കൻ അട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ചൂടുവെള്ളവും ഉപ്പും ചേർത്താണ് നമ്മൾ ഈ പച്ചരി മാവ് നല്ലതുപോലെ കുഴച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ ഒരു രീതിയിലാണ് കുഴച്ച് വെച്ചിരിക്കുന്നത്. ഈ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മാവിനകത്ത്, അതായത് ഈ അട ഉണ്ടാക്കുന്നതിനകത്ത് വെക്കുന്ന ഫില്ലിങ്സ് നമുക്ക് തയ്യാറാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. ചുവട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി ഇതിലോട്ട് നമുക്ക് വയ്ക്കാം. നമുക്കിതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സ്റ്റഫിന് ആവശ്യമായ എണ്ണയാണ് ഈ ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് മൂന്നും അരച്ചതാണ്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിതിൽ സവാള ഇടാം. ഇത് 2 സവാളയാണ്. ഈ 2 സവാള നല്ല നൈസായിട്ട് അരിഞ്ഞതാണ്. ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരല്പം കരിവേപ്പില അതും കൂടെ ചേർക്കാം. ഇത് ഞാനിപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്നത് 3 മീഡിയം പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 വെളുത്തുള്ളി പൊളിച്ചതും കൂടെയാണ് ഇതിൽ നമ്മൾ ഓൾറെഡി ചതച്ച് ചേർത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇതിനാവശ്യമായ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. നല്ലതുപോലെ ഒന്ന് വഴറ്റാം. നമുക്ക് ഇതിപ്പോൾ നല്ല വഴണ്ട് കഴിഞ്ഞു. ഈ ഒരു പരുവമായി. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഇത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്, ഇതിലോട്ട് നമുക്കിത് ചേർക്കാം. നല്ലതുപോലെ വഴറ്റുക. ഇത് ഇപ്പോൾ വഴണ്ട് കഴിഞ്ഞു. നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടി ഐറ്റംസൊക്കെ ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി ഞാൻ ഇതിൽ ചേർക്കുകയാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1 സ്പൂൺ. നല്ലതുപോലെ നമുക്ക് ഇളക്കാം. ഇതിൻ്റെ പച്ചമണം നല്ലതുപോലെ മാറണം. ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കണം. കാരണം നമ്മൾ ഇത് സ്റ്റഫ് ഉള്ളിൽ വെക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം പാടില്ല. ഇതിൻ്റെ പച്ചമണം നല്ലതുപോലെ മാറിയിട്ടുണ്ട്. നല്ലൊരു മൂത്ത മണം നമുക്കിതാ കിട്ടുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ വേവിച്ചതാണ്. ഇത് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് നമ്മൾ വേവിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. നല്ലതുപോലെ ഇതിലോട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ ഇളക്കി ചേർക്കണം.
ഇതാ നമുക്ക് ഈ ചിക്കൻ അടയ്ക്ക് വേണ്ട സ്റ്റഫിങ് തയ്യാറായി കഴിഞ്ഞു. ഇതാ ഈ ഒരു പരുവം. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഈ സ്റ്റഫ് നമുക്കിത് ഇപ്പം മാവ് ഇലയിലോട്ട് പരത്താനായിട്ട് എടുക്കാം. ഇത്ര മാവ് മതി. ഒരല്പം വെള്ളം കയ്യിലോട്ട് നനച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്യുക. അധികം കട്ടി വേണ്ട, നൈസായിട്ട് എളുപ്പം വെന്ത് വരാനായിട്ട് നമുക്കിങ്ങനെ പരത്താം. ഇതിലോട്ട് നമുക്ക് ഈ ഫില്ലിങ്സ് വയ്ക്കും. ഈ നല്ലതുപോലെ മടക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് റെഡി ആയിട്ടുണ്ട്. അടുത്ത് ഒരര എടുക്കാം. ഇതുപോലെ മാവെടുത്ത് ഒരല്പം വെള്ളം കയ്യിൽ നനച്ചിട്ട് വയ്ക്കുക. അത് പെട്ടെന്ന് പരന്ന് കിട്ടും. നല്ലപോലെ പരത്തി എടുക്കുക. വീണ്ടും നമ്മൾ ഇതിനകത്തോട്ട് ഈ ഫില്ലിങ് നിറയ്ക്കും. ഇതുപോലെ നമുക്ക് എല്ലാ ഇലയിലും ഇതുപോലെ നിറച്ച് വയ്ക്കാം. അടയെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഇനിയിപ്പം ആവിയിലോട്ട് ഇത് വെക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഫുള്ള് സ്റ്റഫ് നിറച്ചതാണ്. ഇത്ര എണ്ണം ഉണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചതാണ്. ഇപ്പോൾ ഇതിൽ ആവി നല്ലതുപോലെ വന്ന് തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ഈ അട നിരത്തി കൊടുക്കാം. ഇതെല്ലാം നിരത്തി കഴിഞ്ഞു. നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിക്കാം. ആവി നല്ലതുപോലെ വരട്ടെ. നമ്മുടെ ചിക്കൻ അട വെന്താന്ന് നോക്കാം. നല്ല ആവി വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. നമ്മുടെ ചിക്കൻ അട തയ്യാറായിട്ടുണ്ട്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഈ ചിക്കൻ അട വെന്തോന്ന് നമുക്ക് നോക്കാം. ഈസി ആയിട്ട് നമുക്ക് ഈ അട എടുക്കാൻ പറ്റി. കാരണം നല്ല വെന്തതായിട്ടെന്നാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇത് മാറ്റിയെടുക്കാം. നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നല്ല നിറച്ച് സ്റ്റഫായിട്ട് കാണുന്നുണ്ടല്ലോ. നമുക്കിതിനി ഒരു പാത്രത്തിലോട്ട് വിളമ്പാനായിട്ട് വയ്ക്കാം. സ്വാദിഷ്ടമായ ചിക്കൻ അട റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെടും. ഇന്ന് തന്നെ നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇന്ന് ചെയ്ത ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.